എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികരണം. ധനുച്ചുരം ബോയ്സ് ഹൈസ്കൂളിനും ഗേൾസ് ഹൈസ്കൂളിനും മധ്യദൂരത്താണ് കഞ്ചാവ് വിൽപ്പന സജീവമാക്കുന്ന 50ഓളം ഏജന്റുമാരുണ്ട്. സ്കൂൾ, കോളേജ്, IT എന്നിവ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ താപം. രാവിലെ 7 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സ്ത്രീകളും ഉൾപ്പെടുന്നു. ഞെട്ടിക്കുന്ന വാർത്തകൾ അവരോട് എക്സൈസ് കാണുന്നുണ്ട്. ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത്. ആ പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ധനുച്ചുരം ബോയ്സ് ഹൈസ്കൂളിനും ഗേൾസ് ഹൈസ്കൂളിനും മധ്യദൂരത്താണ്. ലൈബ്രറിയുടെ അടുത്താണ് ഇതിൻ്റെ ഇവരെ കേന്ദ്രമെന്ന് പറയുന്നത്. ധനുച്ചുരം വെയിറ്റിംഗ് ഷെഡും ലൈബ്രറി. നാഗരൂരിനും തമിഴ്നാട്ടിൽ നിന്നും ട്രെയിനിലാണ് കഞ്ചാവ് എത്തുന്നത്. അത് ധനുച്ചുരം റെയിൽവേയിൽ എത്തുന്നു. അത് 10 മണിയാകുമ്പോൾ വാഴത്തോട്ടത്ത് കിടക്കുന്നു. അവിടെ നിന്നും സ്കൂട്ടറുകളിലും ബൈക്കുകളിലും ഓട്ടോകളിലുമാണ് സാധനം എത്തുന്നത്. അതിനുശേഷമാണ് ഈ റൂട്ടിലെത്തുന്നത്. ഇത് നിരപ്പ്, വൈദ്യംപ്ലാകം, പരുത്തിവിള എന്ന പ്രദേശങ്ങളിലാണ് പോകുന്നത്. അവിടെ നിന്നാണ് പുതിയാക്കിയാണ് പല സ്ഥലത്തും വെള്ളറട റൂട്ടും അതുപോലെ നെയ്യാറ്റിങ്കര റൂട്ടും എത്തുന്നത്. ഇപ്പോഴും പോലീസ് കണ്ടിട്ടും നടപടി എടുക്കുന്നു. നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ അമരോള നെയ്യാറ്റിങ്കര പോലീസ് ഇവിടെ കൂടി പോകുന്നുണ്ട്, എന്നിട്ടും എടുക്കുന്നില്ല. ഇപ്പോഴും സജീവമായിട്ടാണ് കഞ്ചാവ് വിൽപ്പന നടക്കുന്നത്. നമുക്ക് ഈ സ്ഥലത്ത് തന്നെ പറയാൻ സാധിക്കുന്നു, പേടി സ്വപ്നമാണ് ജനങ്ങൾക്ക്. ഇപ്പോഴും പേടി സ്വപ്നമാണെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. വൻതോതിലാണ് കഞ്ചാവ് വരുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകി കൊടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. ഒരുപാട് പേര് കഞ്ചാവിന് അടിമയാകുന്നുണ്ടെന്ന് നമ്മൾ വാർത്തയിൽ പറയുന്നു. പല സ്ഥലത്തും പിടിക്കുന്നുണ്ട്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര പ്രദേശത്ത് ധനുച്ചുരത്തിൽ നിന്ന് ഒരു പ്രതികളെ ഇതുവരെ പിടിക്കുന്നില്ല. ചില രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് പിടിക്കാത്തതെന്നാണ് പറയുന്നത്. ഇപ്പോഴും സജീവമായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികളും 18 വയസ്സിന് 50 വയസ്സിന് മുകളിലുള്ളവരാണ് കഞ്ചാവ് നടത്തുന്നത്. ഇവർ താവളം എന്നാൽ ലൈബ്രറി സമീപമാണ്. അവിടെ സ്കൂട്ടറുകൾ നിർത്തിയിട്ടാണ് ഇത് വിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ആ റോഡിലെ ദൃശ്യങ്ങളിനെ നമുക്ക് പ്രേക്ഷകരെ മുന്നിൽ കാണിക്കാം. ഇത് കാരക്കോണത്തേക്ക് പോകുന്ന റോഡ്, ഇത് നെയ്യാറ്റിൻകരയ്ക്ക്